പൈതൃക സമ്മേളനത്തിലാണ് നാം ഒക്കെ ഒത്തുചേർന്നിരിക്കുന്നത്. വിശുദ്ധമായ ശഅബാൻ മാസത്തിലെ രണ്ടാമത്തെ ഈ രാവിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ ആദരണീയനായ നായകൻ മുസ്ലിങ്ങളുടെ ആത്മീയ ചൈതന്യമായിരുന്ന മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവറല്ലാഹു മർക്കദഹു മഹാനവറുകൾ നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു രാവ് കൂടിയാണ്. പാണക്കാട് എന്ന ശ്രദ്ധേയമായ ഈ ഗ്രാമത്തിൽ സുന്നി യുവജന സംഘത്തിന് ഏറെക്കാലം നൽകിയ മഹാനവറുകളുടെ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ സ്മരണ പുതുക്കിക്കൊണ്ട് സുന്നി യുവജന സംഘം ഇത്ര ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് 90ാം വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത 100ാം വാർഷിക മഹാസമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ബഹുമാനപ്പെട്ട സമസ്ത ജംഇയ്യത്തുലമായുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തുമായി വ്യത്യസ്തങ്ങളായ പദ്ധതികളും പരിപാടികളുമാണ് ബഹുമാനപ്പെട്ട സമസ്ത നിർവഹിച്ചു വരുന്നത്. നമുക്കറിയാം, 1926 കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസവും ധർമ്മവും സംരക്ഷിക്കാനായിലേക്ക് നമ്മുടെ സംഘടനയുടെ ബഹുമാനപ്പെട്ട ആദർശ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും എത്തിക്കാനാണ് സമസ്ത ഏറെ ശ്രദ്ധ ചെലുത്തിയത്. തൽഫലമായി നമുക്കറിയാം, ഇന്ന് കേരളത്തിന്റെ പുറത്ത് വ്യത്യസ്തങ്ങളായ പദ്ധതികളും പരിപാടികളുമായി നമുക്ക് ഒരുപാട് മദ്രസകളും ഈ സ്ഥാപനങ്ങളും സ്ഥാപിക്കാൻ സാധ്യമായിട്ടുണ്ട്. നമ്മുടെ അഭിമാന സ്ഥാപനമായ ജമാഅത്ത് ദാറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ആദ്യ സംവിധാനിച്ച ഉച്ചയ്ക്ക് ശേഷം അവിടുത്തെ മുതിർന്ന ആളുകൾക്ക് വിശുദ്ധമായി പഠനം നൽകിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ പദ്ധതി നേതൃത്വത്തിലുള്ള തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മറ്റ് ഈ കർണാടകയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ അറബി കോളേജുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് കഴിഞ്ഞൊരു വർഷക്കാലമായി വ്യത്യസ്തങ്ങളായ പരിപാടികളും പദ്ധതികളുമായി കൊണ്ട് 100ാം വാർഷികത്തിന്റെ വിവിധ പരിപാടികൾ താഴെത്തട്ടിൽ നിർവഹിച്ചു വരികയാണ്. അതിന് പരിസമാപ്തി എന്നോണമാണ് ഇത്തരം ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിനോളം പഴക്കമുണ്ട് പാണക്കാടുമായിട്ട്. 926 സമസ്ത ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ഈ ആദർശ പ്രസ്ഥാനത്തിന് ഒരു അനിവാര്യമായ ഘട്ടത്തിൽ യഥാർത്ഥമായി ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് പുത്തനാശയങ്ങളുമായി ഒരു വിഭാഗം കേരളത്തേക്ക് കടന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ അന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, നമുക്കറിയാം, മഹാനായ നബി തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, എനിക്ക് ശേഷം ഇനി പ്രവാചകന്മാർ വരാനില്ല. എന്നാൽ എന്റെ ആ വരും കാലങ്ങളിൽ സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങൾ ജീവിച്ചിരിപ്പുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സംഘ സംവിധാനം ഉണ്ടാക്കി. അതിന്റെ പേരാണ് സമസ്ത ജംഇയ്യത്തുൽ ഉലമ. എന്നാൽ സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിലെ 33ാമത്തെ മെമ്പർ എന്ന് പറയുന്നത് കോഴവീട്ടിൽ അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചു കോയത്തങ്ങളാണ്. ആരാണ്? മഹാന സയ്യിദ് അവറുകൾ പാണക്കാട് PMS കോയത്തങ്ങളുടെ പെങ്ങളായത് മുത്തുബേബിയുടെ ഭർത്താവായ സഹോദരി ഭർത്താവാണ് മഹാന തങ്ങൾ അവറുകൾ. ആ സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് കേരളക്കരയിൽ വിജാപമുണ്ട്. ശിലയിട്ട കാലത്ത് പാണക്കാട്ടെ ഒരു സയ്യിദ് അവറുകൾ ആ പ്രസ്ഥാനത്തിലുണ്ട്. നമുക്ക് അവിടെ കാര്യങ്ങൾ പറഞ്ഞു, ദീനീ ദഅ്വാ പ്രവർത്തനത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി കൊടുത്തു, ആളുകൾ ഉൾക്കൊണ്ടു. അങ്ങനെ ദീനീ ദഅ്വാ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വേണ്ടി അൻപതുകളിൽ സയ്യിദ് പുക്കോയത്തങ്ങൾ മഹല്ലുകളിൽ ഗ്രാമാന്തരങ്ങളിലേക്ക് സമസ്തമല്ല കമ്മ്യൂണിസത്തിലേക്ക് മാത്രമല്ല ഒരുപടി മുമ്പിൽ നിന്നിട്ടുണ്ട്. 973 ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തെ കുറിച്ച് സമസ്ത ചിന്തിച്ചപ്പോൾ അന്ന് പട്ടിക്കാട് ജാമിയ നൂരിയയിലെ സീനിയർ വിദ്യാർത്ഥിയായിരുന്ന മുത്തവൽ വിദ്യാർത്ഥിയായിരുന്ന അഭിവന്ദന നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി വന്നത്. അഭിവന്ദനായ നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ മഹനീയ സമ്മേളനത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘകാലം ഈ ഉമ്മത്തിന് സേവനം ചെയ്യാനുള്ള ആയുരാരോഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. 989 സമസ്തക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമുക്കറിയാം, അഭിമന്യനായ പാണക്കാട് മുത്തുമോൻ, പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സുന്നി യുവജന ശിഹാബ് തങ്ങൾ അസ്ഹറിൽ നിന്നും തന്റെ ഉപരിപഠനം കഴിഞ്ഞുകൊണ്ട് സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ റഹീസുൽ മുഹഖഖീൻ കണ്ടിയ ഉസ്താദാണ്, സമസ്ത സെക്രട്ടറി ശൈഖുന ശംസുലുലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണ്. അവരുടെ കാലത്ത് സമസ്തയുടെ കേന്ദ്ര മുശാവറ മെമ്പർ അല്ലാഞ്ഞിട്ട് പോലും സമസ്തയുടെ കേന്ദ്ര മുശാവറ തീരുമാനമെടുത്താൽ അത് തീരുമാനമാകുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ വന്നുകൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി കാര്യങ്ങൾ കൂടിയാലോചിച്ച ശേഷം മാത്രമായിരുന്നു അവർ തീരുമാനമെടുത്തിരുന്നത്. മാത്രമല്ല, അവരുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന സമസ്ത എല്ലാ വാർഷിക മഹാസമ്മേളനങ്ങളും, പട്ടിക്കാട് ജാമിഅ ഉൾപ്പെടെയുള്ള സമസ്തയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനത്തിലെ വാർഷിക മഹാസമ്മേളനങ്ങളും അവരൊക്കെ ഇടതും വലതും ഉണ്ടെങ്കിലും അഭിമന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു അന്ന് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാറുണ്ടായിരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന മഹല്ലുകളുടെ കാളി എന്ന് പറയുന്നത്. ആ മഹല്ലുകളാണെങ്കിലോ സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് മഹല്ലുകളും സ്ഥാപനങ്ങളും മദ്രസകളും ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്. ആ മഹല്ലിലെ മുഴുവൻ ജനങ്ങളുമാണ് ഈ തങ്ങൾ പാണക്കാട്ട് അന്നത്തെ വലിയ തങ്ങളെ ആ മഹല്ലിന്റെ കേരളത്തിലെ ആയിരക്കണക്കിന് മഹല്ലിന്റെ കാളിയായി നിയമിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങോട്ട് നമുക്കറിയാം 980